ധനു നമ്മൾ എവിടെയാ പോന്നേ? എടാ എന്തിനാ പോന്നെ? ഞങ്ങൾ ഫ്രൈഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ഞങ്ങൾക്ക് കഴുകി വെച്ചിരിക്കുക കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ഫസ്റ്റ് നമുക്ക് ലുലുവിൽ പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. നമ്മളിപ്പോൾ ദജീജിലുള്ള ലുലുവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ വൈബൊക്കെ ഇപ്പോഴും ഉണ്ട്. ക്രിസ്മസ് എല്ലാ സെലിബ്രേഷൻസും സ്റ്റാറും ട്രീയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല വിശപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു, ധനുവിനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് നടക്കുക. ധനുവിന് ഞാൻ ഭക്ഷണം കണ്ടപ്പോൾ ആ തിരക്കിലേക്ക് ധനു ക്രിസ്മസ് പപ്പാ ക്രിസ്മസ് പപ്പ ധനു ക്രിസ്മസ് പപ്പേനെ കണ്ടു. വളരെ ക്യൂട്ടായിരുന്നു അതിനെ കാണാൻ. അങ്ങനെ കുറച്ച് പയ്യനെ നോക്കി ഞാൻ ഇതിനെ ധനുവിന് എടുത്ത് കൊടുത്തു. അങ്ങനെ ധനു എടുത്ത ബോളൊക്കെ ഭയങ്കര അടുത്ത് ഇതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ക്രിസ്മസ് പപ്പയുടെ കൂടെ ഫോട്ടോ എടുത്തു. ആ ക്രിസ്മസ് പപ്പയുടെ അടുത്ത് ഫോട്ടോ എടുക്കുക. തൊപ്പിയുണ്ട്, തലയിലുണ്ട്, ബാഗും തൊപ്പിയെല്ലാം ഉണ്ട്. ഞാൻ തന്നെ അമ്മൊരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കുമോ ധനു? ക്യൂട്ടി സുന്ദരി വാ. ശേഷം നമ്മൾ നേരെ താഴോട്ട് പോയി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. ധനു ഇങ്ങനെ ട്രോളിയിലിരിക്കും. നമ്മൾ ധനുവിന് ആപ്പിൾ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആപ്പിൾ അച്ഛനാ നാട്ടിലെ കാന്താരി കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ്. പിന്നെ നമ്മൾ ചക്കപ്പഴം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ മീൻ മേടിക്കാൻ പോയി. ഗോൾഡൻ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് ഡെയിലി മീൻ മേടിക്കും. പിന്നെ ഞങ്ങൾ നേരെ ഡേ ഫ്രഷിലേക്ക് പോയി. ഡേ ഫ്രഷിനും പച്ചക്കറി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അതിൻ്റെ ഇതെന്താ ധനു? ചുണ്ട് കോൺ. കോൺ ഭയങ്കര കോൺ. എന്തേ ഇനി എന്ത് വേണ്ട? ചപ്പാത്തി എടുക്കുന്ന അച്ഛ, ചപ്പായി എടുക്കുന്ന ചപ്പായി മേടിച്ചിട്ട് അച്ഛനോട് ചപ്പായി മേടിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടിടും. അച്ഛ ധനുവിൻ്റെ ചപ്പായി കൊടുത്തേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.